ഈ ആന വാ വിളിക്കുന്നിട്ട് അണ്ണാ വാ വിളിക്കുക എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. ശരിക്കും ആ ഒരു പഴഞ്ചൊല്ലിലേക്ക് നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. നമ്മുടെ സമൂഹത്തിലെ വളരെ സാമ്പത്തികപരമായിട്ട് ഉന്നത രീതിയിലുള്ള ആൾക്കാർ എങ്ങനെയാണോ ജീവിക്കുന്നത്, ആ ഒരു ജീവിത രീതിയിലേക്ക് അത്ര തന്നെ സാമ്പത്തിക ഭദ്രതയില്ലാത്ത ആൾക്കാർ എങ്ങനെ ജീവിക്കാം എന്നുള്ള ഒരു ഓട്ട മത്സരത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അവരുടെ സ്വന്തം വീട്ടിലെ കല്യാണങ്ങൾ 2-3 ദിവസങ്ങളൊക്കെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട്, അതായത് സ്വന്തം വീട് വരെ പണയം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ പലിശയൊക്കെ വാങ്ങിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ഈ ഒരു സംഭവം നടത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2-3 ദിവസത്തെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ദിവസങ്ങളേക്കാൾ കൂടുതൽ അതിൽ പ്രശ്നമായിട്ട് തോന്നുന്നത് ഈ ഓരോ ദിവസങ്ങളും 20 മുതൽ 25 വരെ ഡിഷസ് എന്ത് ചെയ്യുന്നുണ്ടാവും, എന്തായാലും ഉണ്ടാക്കുന്നുണ്ടാവും. കാരണം അതാണുള്ള ട്രെൻഡ്. ഇപ്പോൾ ഈ ട്രെൻഡിനൊത്ത് നീങ്ങുമ്പോൾ അതിൽ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്, എത്രത്തോളം പാഴാക്കുന്നുണ്ടെന്നുള്ള ഒരു ചിന്ത നമ്മൾ വയ്ക്കുമ്പോൾ അതിൽ എത്രത്തോളം ദുരന്തം ഉണ്ടെന്നൊരു ബോധം നമുക്ക് വരുന്നുണ്ട്. അതായത് ഇപ്പം മൊത്തത്തിൽ സമൂഹം ലാവിഷായി ജീവിക്കുക എന്നുള്ളൊരു മെത്തേഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എനിക്ക് തോന്നുന്നത് യൂത്തിനെയാണ്. അതായത് ഒരു 20-25 ഏജുകൾക്കിടയിലുള്ള യുവാക്കളെ കാര്യമായി ഇത് ബാധിക്കുന്നുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ 10-15 സാലറി വാങ്ങുന്ന ആൾക്കാരുടെ കീശയിൽ ഒരു 80-90 അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ വിലപിടിപ്പുള്ള ഫോണുകളും വണ്ടികളും അതുപോലെ തന്നെ വാച്ചുകളൊക്കെയാണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലുപരി എന്താണ്, +1 അല്ലെങ്കിൽ +2 കാലത്ത് തന്നെ എന്താക്കുന്നുണ്ട്, അവർ പാർട്ട് ടൈമായി ജോബ് ചെയ്ത് സമ്പാദിക്കാൻ തുടങ്ങുകയും ഈ ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും എല്ലാവരും ഇത്തരത്തിൽ ആവശ്യമില്ലാണ്ട് തന്നെ, അവർക്ക് പണിയെടുക്കേണ്ടെന്ന ആവശ്യം എന്തായാലും ഇല്ല ആ പ്രായത്തിൽ. അത്തരത്തിലുള്ള ഒരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടിട്ടാണ് പാർട്ട് ടൈമായി ജോബ് ചെയ്ത് സാലറി ഉണ്ടാക്കി. ഞാൻ ഈ അടുത്ത് യൂട്യൂബിൽ ചെറിയൊരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഇൻ്റർവ്യൂവർ പറയുന്നൊരു വിഷയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മൂപ്പർക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. മൂപ്പര് ഏകദേശം ഒരു മാസം ഒരു 15,000 രൂപയാണ് മൂപ്പറിൻ്റെ സാലറി. പക്ഷേ ഐഫോണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ഇറങ്ങി. അപ്പോൾ മൂപ്പർക്ക് ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ അതിന് വില വരുന്നുണ്ട്. അപ്പോൾ മൂപ്പർക്ക് അത് വാങ്ങണം എന്നുള്ള ഒരു ത്വര കയറിയിട്ട് മൂപ്പര് ഈ 15,000 രൂപ സാലറി ഉള്ള ആൾ 3,000 രൂപ EMI ഇട്ടിട്ട് ഈ സാധനം വാങ്ങിച്ചു. നമ്മുടെ പഴമക്കാർ എപ്പോഴും പറയുന്നൊരു സാധനമാണ് കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്നുള്ളത്. മൂപ്പറിൻ്റെ വിഷയത്തിലുള്ള ഏറ്റവും വലിയ ട്രാജഡി എന്ന് പറയുന്നത് ഈ ഐഫോൺ മൂപ്പറിൻ്റെ നഷ്ടപ്പെട്ടു. മൂപ്പർ ഇപ്പോഴും 3,000 രൂപ EMI അടച്ചുകൊണ്ടിരിക്കുക. ശരിക്കും അതിലത്തെ ഒരു ദുരവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക്. അതെ, ശരിക്കും പറഞ്ഞാലേ ഇപ്പോൾ ഇങ്ങനൊരു ട്രെൻഡ് നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് കടന്നു വരുന്നത് ആലോചിച്ചിട്ടുണ്ടോ? അതായത് നമ്മുടെ ഒരു 1-2 ജനറേഷൻ മുമ്പുള്ളവരുടെ ജീവിതം, അതായത് വളരെ ദാരിദ്ര്യപൂർണ്ണമായിട്ടുള്ള ജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത്. അതിൽ നിന്നൊക്കെ ഒന്ന് മാറിക്കൊണ്ട് ഒരു നല്ല രീതിയിലേക്ക് ഒരു ജീവിതം വരുന്നത് ഏകദേശം ഒരു 1970 കൂടിയാണ്. അതായത് ഗൾഫ് കുടിയേറ്റം നടക്കുന്നതോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ജീവിത നിലവാരം ഒന്ന് മെച്ചപ്പെടുന്നത്. ഇതിന് പുറമെ അതായത് നമ്മൾക്ക് ഈ ഒരു ട്രെൻഡ് രൂപപ്പെട്ടു വരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ കോർപ്പറേറ്റ് കമ്പനികളുടെ അതിപ്രസരമായിട്ടുള്ള പരസ്യം. അതായത് ആ പരസ്യത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ വീണുപോകണം, നമ്മൾ അറിയുന്നില്ല നമ്മൾ വീണുപോകുന്നത് നമ്മൾ അറിയുന്നില്ല. അതായത് അപ്പം ഒരു സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണ്, അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, അതിൻ്റെ നെഗറ്റീവ് എന്താണെന്നൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കാതെ നമ്മളെ ബഡ്ജറ്റ് പോലും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ നോക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ അമിതമായി ഉപയോഗിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നേരത്തെ മെൻഷൻ ചെയ്ത ഫുഡ്. UN-ന്റെ കീഴിലുള്ള ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ്റെ ഒരു പുതിയ പഠനം പുറത്തു വന്നിട്ടുണ്ട്. ഏകദേശം നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം, പാകം ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെ 3-2% മാത്രമേ കൃത്യമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുള്ളൂ. ബാക്കി 1% നമ്മൾ വേസ്റ്റാക്കി കളയുന്നൊരു, അതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് വളരെയധികം വലുതാണ്. അതായത് ഭക്ഷണം കിട്ടാതൊരു ഭാഗത്ത് ആളുകൾ മരിക്കുന്ന സാഹചര്യം വരെ ഉണ്ടാകുമ്പം ഇത്തരത്തിലൊരു ശതമാനം ഈ ഭക്ഷണം എന്നുള്ളതിന് പുറമെ ഇപ്പം നോക്ക്, ഈ വേസ്റ്റുകൾ അതുപോലെ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളൊക്കെ നമ്മൾ എത്രത്തോളമാണ് അത് എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് തള്ളുന്നത്. ഈ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളൊന്നും നമ്മൾ ഒരു വട്ടം ഉപയോഗിച്ചാൽ, കടയിൽ പോകുമ്പോൾ സാധനം വാങ്ങി ഒരു വട്ടം ഉപയോഗിച്ചാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നത്. അത് പ്രകൃതിയിലേക്ക് എന്ത് ചെയ്യാണ്, തള്ളിക്കളയാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമ്മുടെ സാമ്പത്തിക ഭദ്രത എന്ത് ചെയ്യുന്നു, അതിൻ്റെ അടിത്തറ ഇളകുന്നു. അതിന് പുറമെ ഇത്തരം സാധനങ്ങൾ പ്രകൃതിയിലേക്ക് എത്തുന്നതോടുകൂടെ അവിടെ മലിനീകരണം എന്ത് ചെയ്യുന്നു, കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇന്ത്യൻ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനുണ്ട് രാജ്ഭട്ട് എന്ന് പറയും. അപ്പോൾ മൂപ്പര് പറയുന്നുണ്ട്, ഇത്തരം ഒരു ജീവിതക്രമത്തിൽ നിന്നൊക്കെ ഒന്ന് മാറിക്കൊണ്ട് എന്ത് ചെയ്യുക, ഒരു മിനിമലിസ്റ്റ് ജീവിത രീതിയിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ എത്താൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടാവണം എന്നാണ് അവർ പറയുന്നത്. ശരിയാണ്. ശരിക്കും ഈ മിനിമലിസ്റ്റ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ നമ്മുടെ വെസ്റ്റേൺ കൾച്ചറിൻ്റെ ഒരു വലിയൊരു ട്രെൻഡായിട്ട് മാറുന്നുണ്ട്. ഇതൊരു ലൈഫ് സ്റ്റൈലാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സുപ്രധാനപ്പെട്ട നമ്മുടെ മാനസികവും അതുപോലെ തന്നെ ശാരീരികവുമായ നമ്മുടെ ആരോഗ്യം, അതുപോലെ തന്നെ നമ്മുടെ അൾട്ടിമേറ്റ് ഗോളായ നമ്മുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്, അതുപോലെ നമ്മുടെ ഹാപ്പിനെസ്, അതുപോലെ ഒരു പലിശക്കാർക്ക് മുന്നിലോ അല്ലെങ്കിൽ ഒരു ബാങ്കിൻ്റെ മുന്നിലോ നമ്മൾ ആരും അടിയറ വയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കാത്ത നമ്മുടെ അഭിമാനവും അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യവും, ഇതിനെല്ലാം സംരക്ഷിച്ചുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ജീവിക്കാനുള്ള ഒരു ജീവിത ശൈലിയാണ് ശരിക്കും മിനിമലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രം ഉപയോഗപ്പെടുത്തി ബാക്കി ഉള്ള ഇതിനെല്ലാം വർജിച്ച് കൃത്യമായിട്ടൊരു സിസ്റ്റത്തിലൂടെ കൃത്യമായ ഒരു എന്താ പറയുക, പൈസയെ കൃത്യമായിട്ട് എങ്ങനെ ചെലവഴിക്കാം എന്ന് പറയുന്ന ഒരു ലൈഫ് സ്റ്റൈലാണിത്.
2020 ഒരു പഠനം പുറത്തു വന്നിട്ടുണ്ട്. ബ്രേക്ക്ലേ എന്ന് പറയുന്ന ഒരാൾ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ നടത്തിയ ഒരു പഠനം. അതായത് ഇത്തരം മിനിമലിസ്റ്റിക് ജീവിത രീതിയിൽ കടന്നു വരുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളിൽ നിന്നാണ് കൂടുതലായി നിക്ഷേപങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത്. അതായത് എന്താ വെച്ചാൽ ഈ കോർപ്പറേറ്റുകളുടെ അതിപ്രസരണത്തിൽ വീണ് പോവാതെ നമ്മുടെ സമ്പത്തിനെ എങ്ങനെ കൃത്യമായി കൊണ്ട് ഉപയോഗിക്കാം. അപ്പൊ അപ്പോഴാണല്ലോ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, മിച്ചം വെക്കുന്നതും അതുവഴി എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ശരിക്കും ഈ മിനിമലിസ്റ്റ് രീതി ശാസ്ത്രം എന്നൊക്കെ പറയുന്നത് ഇസ്ലാം ഒരുപാട് കാലം മുമ്പേ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതായത് ഇസ്ലാം പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് കുലു വഷ്റബു വലാ തുസ്രിഫു. നിങ്ങൾ തിന്നും കുടിക്കൊക്കെ ചെയ്തോളൂ, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അമിത വ്യയം ചെയ്യാൻ പാടില്ല. അപ്പൊ അത് മുസ്ലിം സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം പറയുന്നതെന്ന് പറഞ്ഞാൽ ഒഴുകുന്ന നദിയിൽ നിന്ന്, നമ്മളെല്ലാവരും കേട്ട സംഭവമാണ്, ഒഴുകുന്ന നദിയിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല, അംഗസ്നാനം ചെയ്യുമ്പോൾ പോലും അമിതമാക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പം ഈ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത് മുസ്ലിം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. ഇതിന് പുറമെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ വയറിനെ പോലും എങ്ങനെ ക്രമീകരിക്കണം. അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഭാഗം വായുക്ക് ഇട്ട് കൊടുക്കണം, ഒരു ഭാഗം വെള്ളത്തിന് ഇട്ട് കൊടുക്കണം, ഒരു ഭാഗം എന്ത് ചെയ്യണം, ഭക്ഷണത്തിന് വേണം. ഈ രൂപത്തിൽ വരെ എന്ത് ചെയ്യുന്നുണ്ട് മുസ്ലിം സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് പറയുന്നത്. ഇസ്ലാം ഇതിനോടുകൂടി കൂട്ടിപ്പിടിക്കുന്ന മറ്റൊരു ആശയം കൂടി ഉണ്ട്. നമ്മുടെ ഈ ഭൂലോകത്തുള്ള റിസോഴ്സുകൾ മുഴുവൻ അത് മനുഷ്യന്മാരായ നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അത് ഇപ്പോഴുള്ള എല്ലാ സർവ്വചരാചരങ്ങൾക്കും ഇനി വരാൻ പോകുന്ന ആളുകൾക്ക് കൂടിയുള്ളതാണ്. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും ഒരു അഭിവാജ്യമായ ഒരു വാക്യമുണ്ടല്ലോ, നിങ്ങളുടെ കയ്യിൽ ഒരു വിത്തുണ്ട്, നാളെ ഖിയാമത്ത് നാളാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, ആ വിത്തിനെ നിങ്ങൾ നടണമെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ മിനിമലിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു വ്യവഹാരം അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോ ഉമ്മത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വ്യവഹാരത്തിലൂടെ കൃത്യമായി നമ്മുടെ ജീവിതശൈലിയെ കൊണ്ടുവരാണെങ്കിൽ നമുക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രകൃതിക്കും വരും തലമുറക്കും എപ്പോഴും നല്ലത് മാത്രമേ ഉണ്ടാവുള്ളൂ.